ജോഷ്വാ ചുട്ടിപ്പാറച്ചന്റെ സംസ്കാര ശുശ്രൂഷയിൽ ബത്തേരി ഭദ്രാസനാധിപൻ തോമസ് മാർ ജോസഫ് പിതാവിന്റെ പ്രസംഗം. നമ്മളുടെ സഭയിലെ സീനിയർ മെത്രാപ്പോലീത്ത അഭിമന്യ ക്രിസ്തോസ് വന്ദനമേനി, ചമക്കാലായ റംബാച്ചൻ, ഏറ്റവും സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, സിസ്റ്റേഴ്സ്, ചുട്ടിപ്പാറ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന ജോഷുവ ചുട്ടിപ്പാറയച്ചൻ ഈ ലോക ജീവിതം പ്രതിയാക്കി സ്വർഗത്തിലേക്ക് കടന്ന് പോയിരിക്കുകയാണ്. അന്യ അച്ഛൻ്റെ നിര്യാണത്തിൽ ദുഃഖിതരായിരിക്കുന്ന പത്തനംതിട്ട രൂപത അധ്യക്ഷനോടും വൈദിക സംഘത്തോടും സന്യസ്തരോടും ദൈവജനത്തോടും നമ്മളുടെ സഭയ്ക്കുള്ള പ്രത്യേകിച്ച് ബത്തേരി രൂപതയ്ക്കുള്ള എനിക്കുള്ള അനുശോചനം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ചുട്ടിപ്പാറ കുടുംബ അംഗങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഞാനിവിടെ നിൽക്കുന്ന അവസരത്തിൽ അഭിനന്ദനായ എറിയനസ് തിരുമേനിയും ജോസ് ചമക്കാലാച്ചനും ഞാനുമൊക്കെ മൈനസ് സെമിനാരിയിൽ ചെന്ന സന്ദർഭം ഓർക്കുകയാണ്. അന്ന് ഞങ്ങളെ പഠിപ്പിക്കുവാനും ആത്മീയമായ പരിശീലനം നിരന്തരമായി നൽകുവാനും മുന്നിൽ നിന്ന് ഞങ്ങളെ സഹായിച്ചത് അന്യ ജോഷുവ ചുട്ടിപ്പാറയച്ചനാണ്. ഇന്ന് ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായ അഭിനന്ദനായ ക്രിസ്തോസ് വന്ദനമേനി മറ്റ് മുതിർന്ന വൈദികരുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെ വളരെയേറെ ആത്മീയ നിറവുള്ളതാക്കി തീർക്കുവാൻ അന്യ ജോഷുവ ചുട്ടിപ്പാറയച്ചൻ വലിയ ത്യാഗനിർഭരമായിട്ടുള്ള സഹായങ്ങളും പരിശീലനങ്ങളും നൽകിയിട്ടുണ്ട് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. സെമിനാരി പരിശീലന കാലത്ത് നമ്മളുടെ പിതാക്കന്മാരുടെ പ്രത്യേകിച്ച് അന്ന് അഭിനന്ദനായ ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സ്വാധീനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാധീനം പൗരോഹിത്യ ജീവിതത്തിൽ ചെലുത്തിയിട്ടുള്ളത് അന്യ ജോഷുവ ചുട്ടിപ്പാറയച്ചൻ്റെ ആത്മീയ ഉപദേശങ്ങളും മാതൃകയും നേതൃത്വ ശുശ്രൂഷയൊക്കെയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ സെമിനാരി പ്രൊഫസറായിട്ടും ആത്മീയ ഗുരുവായിട്ടും സെൻ്റ് അലോഷ്യസ് മൈനസ് സെമിനാരിയിൽ താമസിച്ചുകൊണ്ട് നല്ല ആത്മീയ നിറവുള്ള പുരോഹിതനായി, അതുപോലെ തന്നെ തൻ്റെ ജീവിതം കൊണ്ട് കർത്താവിൻ്റെ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പുരോഹിതനായി, ത്യാഗനിർഭരനായ ഒരു മിഷണറിയായി, പണ്ഡിതനായ കോളേജ് പ്രൊഫസറായി, അതുപോലെ തന്നെ നമ്മളുടെ പുനരീക്ക പ്രേക്ഷ പ്രവർത്തനങ്ങളുടെ വളർച്ചയിൽ വലിയ സംഭാവന നൽകിയ ഒരു പുരോഹിതനായൊക്കെ അന്ന് വൈദിക വിദ്യാർത്ഥികളായിരുന്ന ഞങ്ങൾക്ക് നൽകിയ ഒരു നേതൃത്വം ഞങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷയും ആചാര്യ ശുശ്രൂഷയെല്ലാം വളരെയേറെ ദൈവികമാകുവാനും സഭാത്മകമാകുവാനും ഇതോടൊപ്പം തന്നെ ദൈവജനത്തിന് ശുശ്രൂഷയായി മാറുവാനും ജോഷുവ ചുട്ടിപ്പാറയച്ചൻ നൽകിയ സ്വാധീനം അത് പറഞ്ഞു തീർക്കാവുന്നതല്ല. അത്രമാത്രം ആഴത്തിലുള്ളതും ശക്തമായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ
നെയ്നർ സെമിനാരി ജീവിതത്തിൻ്റെ വെല്ലുവിളികളും അതാവശ്യപ്പെടുന്ന പരിത്യാഗവും സഹനമൊക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ ആത്മീയ ഗുരു എന്ന നിലയിൽ ബഹുമാനപ്പെട്ട ജോഷുവ ചുട്ടിപ്പാറേച്ചൻ പല അവസരത്തിലും എന്നെ സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ട് വെട്ടുകാട് തീർത്ഥാടന ദേവാലയത്തിൽ പോവുകയും അവിടെ അച്ഛനോടൊപ്പം മുട്ടുകുത്തി നിന്ന് ക്രിസ്തുരാജ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ അനുഭവം തിരിച്ച് അറിയുകയാണ്. അതുപോലെ അച്ഛൻ പൊയ്ക്കൊണ്ടിരുന്ന അയിരൂപ്പാറ തുടങ്ങിയ മിഷനുകളിൽ നെയ്നർ സെമിനാരിയിലും പിന്നീട് മറ്റ് അവസരത്തിലൊക്കെ അവിടെ ആ മിഷനിൽ കൊണ്ടുപോവുകയും അവിടെയുള്ള ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും മിഷൻ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള സമർപ്പണം എന്താണെന്നൊക്കെ ജീവിതത്തിലൂടെ കാണിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വലിയ അവസരങ്ങളിലും അദ്ദേഹം കുർബാന ചെല്ലുവാൻ പോകുന്ന അവസരത്തിൽ സുവിശേഷമായ രീതിയിൽ ഒരു സെമിനാരിക്കാരൻ എന്നുള്ള നിലയിൽ എന്നെ കൂട്ടിക്കൊണ്ട് പോവുകയും ഇങ്ങനെ ഹൃദയത്തിനടുത്ത ഒരു പിതാവിനടുത്ത വാത്സല്യം നൽകി പൗരോഹിത്യ ജീവിതത്തിന് വേണ്ടി അതിൻ്റെ ആരംഭം കുറിക്കുന്ന നെയ്നർ സെമിനാരി പരിശീലനം വളരെ ശക്തമാക്കി തീർക്കുവാൻ എൻ്റെ ആത്മീയ ഗുരുവായ ബഹുമാനപ്പെട്ട ജോഷുവ ചുട്ടിപ്പാറേച്ചൻ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്ന് ഇവിടെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ്. പിന്നീട് അഭിനന്ദനായ എറേനിയസ് തിരുമേനിയും ഞാനും ഒക്കെ മറിവാനീസ് കോളേജിൽ പഠിപ്പിക്കുന്ന കാലഘട്ടങ്ങളിലും അതുപോലെ തന്നെ തുടർന്നുള്ള ഞങ്ങളുടെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഓരോ വളർച്ചയിലും ഉയർച്ചയിലും ജോഷുവ ചുട്ടിപ്പാറേച്ചൻ്റെ വലിയ പ്രോത്സാഹനവും അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും ഉണ്ടായിട്ടുണ്ട്. ആചാര്യ ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിച്ചതിന് ശേഷവും അച്ഛനെ എപ്പോഴും ആചാര്യ ശുശ്രൂഷയുടെ മഹത്വവും അതിൻ്റെ ത്യാഗങ്ങളും ദൈവാനുഗ്രഹങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ വലിയ ഒരു ഹൃദയബന്ധം ധാരാളമായി എപ്പോഴും കണ്ട് സംസാരിച്ചിരുന്നില്ല എന്ന് വരികൾ തന്നെയും ഹൃദയത്തിൽ ഒരിക്കലും മായാത്ത ഒരു ബന്ധം നെയ്നർ സെമിനാരിയിലെ ആത്മീയ ഗുരു എന്നുള്ള നിലയിൽ അവസാനം വരെ കാത്ത് സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് വളരെയേറെ ദൈവികമായി ഇവിടെ അനുസ്മരിക്കുകയാണ്. ഈ മാസം 2-ാം തീയതി അദ്ദേഹത്തെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ പോയി കണ്ട അവസരത്തിലും 2-3 മിനിറ്റുകൾ ഒന്നും പറയാതെ ദീർഘമായി മുഖത്ത് നോക്കിയിരുന്ന് ഹൃദയ വിചാരങ്ങളെല്ലാം തിരിച്ചറിയുവാനും ശബ്ദമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുവാനും സാധ്യമായ ഒരു ഹൃദയ ബന്ധം നമുക്കറിയാമല്ലോ. സ്നേഹബന്ധങ്ങൾക്ക് വാക്കുകൾ ആവശ്യമില്ലാതെ തന്നെ വികാരങ്ങൾ നമുക്ക് പ്രകടിപ്പിക്കുവാനായിട്ട് സാധ്യമാകും. പ്രകാരമുള്ള ഒരു ആത്മബന്ധം ബഹുമാനപ്പെട്ട ജോഷുവ ചുട്ടിപ്പാറേച്ചനും എൻ്റെ പൗരോഹിത്യാചാര്യ ശുശ്രൂഷയും തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ അനുശോചനം അറിയിച്ച ക്രിസ്തോസ് തിരുമേനി പറഞ്ഞതും ഇതേ ഒരു ശൈലിയിൽ തന്നെയാണ് അഭിനന്ദനായ എറേനിയസ് തിരുമേനിക്കും അഭിനന്ദനായ റംബാച്ചൻ ജോഷ് ശമകാലായിലെ റംബാച്ചനൊക്കെ പറയുവാനായിട്ട് സാധ്യമാകും. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സഭയിലെ ആത്മീയ നിറവുള്ള ചൈതന്യമുള്ള ഒരു വിശുദ്ധമായ ജീവിതം നയിച്ച പുരോഹിതനാണ് ജോഷുവ ചുട്ടിപ്പാറേച്ചൻ എന്ന് ഇവിടെ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പൗരോഹിത്യത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ ഉത്തമ നടപടിക്രമങ്ങളും വിശുദ്ധനായ പൗലോസ് പൗരോഹിത്യത്തെ പറ്റി പറയുമ്പോൾ കൊരിന്ത്യസ്കാരോട് പറയുന്നത് പുരോഹിതൻ
ഉത്തമ നടപടിക്രമം ഉള്ളവനായിരിക്കണമെന്നുള്ളതാണ്. പൗരോഹിത്യത്തിന് ആവശ്യമായിട്ടുള്ള ആത്മീയ നടപടിക്രമങ്ങളും സഭാത്മകമായ സമർപ്പണവും അതോടൊപ്പം തന്നെ ത്യാഗനിർഭരമായ സഭാ സ്നേഹവും പാപങ്ങളോടുള്ള പ്രത്യേക കരുണയും കരുതലുമെല്ലാം അച്ഛൻ്റെ ആചാര്യ ശുശ്രൂഷയിൽ ആദ്യം മുതൽ നിറഞ്ഞിരുന്നു എന്നുള്ളത് വളരെയേറെ എടുത്ത് പറയേണ്ടതായിട്ടുള്ള കാര്യമാണ്. നമ്മളിൽ പലരും അങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യാറുണ്ട്. എന്നാൽ ചുട്ടിപ്പാറ അച്ഛനെ സംബന്ധിച്ച് 100% തേച്ച് സെമിനാരി പരിശീലന കാലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ എന്നുള്ള നിലയിൽ കാലത്താണ് ജോഷുവ തിരുമേനിയൊക്കെ അവിടെ പരിശീലനം സ്വീകരിച്ചത്. ആ ഒരു വലിയ നേതൃത്വ ശുശ്രൂഷ, ആത്മീയ നേതൃത്വം സെൻ്റ് അലോഷ്യസ് മൈനർ സെമിനാരിയിലെ വൈദിക വിദ്യാർത്ഥികൾക്കും കാലത്തെ വൈദികർക്കും നമ്മുടെ സഭാ ശുശ്രൂഷകർക്കും എല്ലാം നൽകുന്നതിൽ ജോഷുവ ചുട്ടിപ്പാറേശൻ വലിയ മാതൃകയായിരുന്നു. ഉത്തമമായ ദൈവികമായ പൗരോഹിത്യ നടപടിക്രമം കാത്തു സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹം എല്ലാവർക്കും മാതൃകയായിരുന്നുവെന്ന് ഓർപ്പിക്കുകയാണ്. രണ്ടാമതായി അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുവാൻ സാധ്യമാകുന്നത് വലിയ ഒരു മിഷണറി ആയിരുന്നു എന്നുള്ളതാണ്. പുനരൈക്യ പ്രേക്ഷിത പിതാക്കന്മാരോട് ചേർന്ന ഒരു ജീവിതമാണല്ലോ ഒന്നിയ ജോഷുവ ചുട്ടിപ്പാറേശൻ്റെ കുടുംബവും അതുപോലെ തന്നെ ആ കുടുംബത്തിലെ വൈദികർക്കും സന്യാസർക്കും എല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഭാഗ്യസ്മരണാർഹനായിട്ടുള്ള ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനയോട് ചേർന്നും അതിന് മുമ്പ് ധന്യൻ മാറിവാനിയസ് തിരുമേനയോട് ചേർന്നും പുനരൈക്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ നന്മകൾ നമ്മളുടെ സഭയിലെ വളർത്തിയെടുക്കുവാൻ, അതുപോലെ തന്നെ അതിൻ്റെ ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാൻ, പ്രത്യേകിച്ച് മിഷൻ പ്രവർത്തനങ്ങളിൽ ചെറിയ ചെറിയ മിഷനുകളിൽ കടന്നു ചെന്ന് അതിനെല്ലാം ശക്തിപ്പെടുത്തി വളർത്തി ചെന്നെടുങ്ങിയ മിഷനുകളൊക്കെ ഇപ്പോൾ തിരുവനന്തപുരം അതിരൂപതയിൽ നല്ല ദേവാലയങ്ങളായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് അച്ഛൻ തുടങ്ങിയ സ്കൂളുകളൊക്കെ അനേകം ആൾക്കാർക്ക് വിജ്ഞാനത്തിൻ്റെ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മാർ ഇവാനിയസ് കോളേജിലൂടെ അനേകായിരം വിദ്യാർത്ഥിനികൾക്ക് അറിവിൻ്റെ വലിയ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ആയിട്ടുള്ള ജോഷുവ ചുട്ടിപ്പാറേശൻ. പിന്നെ വളരെ പണ്ഡിതനായ നമ്മുടെ സീപ്പിച്ച് പോലെ സബ്സിഡൻ്റൊക്കെ ആദ്യമായി നമ്മുടെ സഭയിൽ നിന്ന് പോയി പഠിച്ച് കടന്ന് വന്ന് നല്ല പാണ്ഡിത്യത്തോടുകൂടി മാർ ഇവാനിയസ് കോളേജിലെ ഫ്രഞ്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിപ്പിച്ച് അനേകം വിദ്യാർത്ഥികൾക്ക് നല്ല ജീവിതം കാണിച്ച് കൊടുക്കുന്നതിൽ ജോഷുവ ചുട്ടിപ്പാറേച്ചൻ നടത്തിയിട്ടുള്ള സമർപ്പണം വളരെയേറെ പ്രശംസനീയമായിട്ടുള്ള ഒന്നാണ്. അങ്ങനെ ഒരു ഉത്തമ പുരോഹിതനായി, നല്ല മിഷണറിയായി, അതുപോലെ തന്നെ നല്ല അധ്യാപകനായി, ഇതിലെല്ലാം ഉപരിയായി ഇവിടെ അഭിനന്ദനായ ക്രിസ്തുസ്വൻ തിരുമേനയും മറ്റുള്ളവരും സൂചിപ്പിച്ച പോലെ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ വലിയ ഒരു കരുതൽ അന്യ ജോഷുവ ചുട്ടിപ്പാറേശന് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ മൈനർ സെമിനാരിയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ സെമിനാരിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ട ഭൗതിക സൗകര്യങ്ങളും മറ്റ് ക്രമീകരണങ്ങളുമൊക്കെ റക്ടച്ചനോട് ചേർന്ന് നടത്തുന്നതിൽ അച്ഛൻ നൽകിയ സംഭാവനകൾ, അച്ഛൻ നൽകിയ പിന്തുണയൊക്കെ ഇന്നത്തെ വൈദികർ പറയുന്നത് പ്രത്യേകം ഞങ്ങൾ ഓർക്കുന്നുണ്ട്. അതുപോലെ കാലത്ത് വളരെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളുണ്ടായിരുന്ന തിരുവനന്തപുരം അതിരൂപതയിലെ മിഷൻ കേന്ദ്രങ്ങളെ മുഴുവൻ വളരെ സജീവമായ മിഷനുകളാക്കി, ഇടവകളാക്കി മാറ്റുന്നതിൽ, അവിടെ ഭവനമില്ലാതിരുന്ന വ്യക്തികൾക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നതിൽ, പഠിക്കുവാൻ നിവൃത്തിയില്ലായിരുന്ന കുട്ടികളെ പ്രത്യേകം സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുന്നതിൽ, പല ഭവനങ്ങളിലും ആവശ്യത്തിന് ഭൗതികമായ ഭക്ഷണമോ മറ്റു കാര്യങ്ങളോ ഇല്ലായിരുന്നൊക്കെ അതൊക്കെ എത്തിച്ചു കൊടുത്ത് ദൈവ ജനത്തിൻ്റെ തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ ദൈവം നിയോഗിച്ച വിശ്വസ്തനും വിവേകികമായ ഭൃത്യനാണ് പുരോഹിതൻ എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ആത്മീകമായും ഭൗതികമായും നൽകി വളർത്തുന്നതിൽ ബഹുമാനപ്പെട്ട ജോഷുവ ചുട്ടിപ്പാറേശൻ നമുക്കെല്ലാവർക്കും മാതൃകയായിരുന്നു. അച്ഛനെ പറ്റി ഇങ്ങനെ
നിരവധിയായ കാര്യങ്ങളെ പറയുവാൻ നമുക്ക് സാധ്യമാകും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വന്യാച്ചൻ്റെ വേർപാടിൽ നമ്മളുടെ സഭയ്ക്കുള്ള, പ്രത്യേകിച്ച് പത്തനംതിട്ട അരുപതയ്ക്കുള്ള ചുട്ടിപ്പാറ് കുടുംബത്തിനുള്ള പ്രത്യേകമായ വേദനയോടും ദുഃഖത്തോടും നമ്മളെല്ലാവരും ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ ആത്മാവിനെ ദൈവ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നമ്മളുടെ സഭയുടെ ഒരു മധ്യസ്ഥനായി ചുട്ടിപ്പാറ കുടുംബത്തിൻ്റെ സ്വർഗീയ സാന്നിധ്യമായി പത്തനംതിട്ട രൂപതയിലും മലങ്കര ശ്രീയാനി കത്തോലിക്ക സഭയുടെ എല്ലാ തലങ്ങളിലും സ്വർഗീയ നന്മകൾ നൽകുവാൻ അച്ഛൻ്റെ സ്വർഗീയ സാന്നിധ്യം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഒരിക്കൽ കൂടി ബത്തേരി രൂപയുടെ അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.